ഓഫീസിൽ നിന്ന് MLA ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നുവല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴെവിടെയാണ് ഉള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലാൽ ലാൽകൃഷ്ണനിലേക്ക് എത്താം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് പാലക്കാട് എത്തി വോട്ട് ചെയ്തു. ഒളിവ് ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം പാലക്കാട് എത്തി ഇന്ന് 4:45 വോട്ട് രേഖപ്പെടുത്തിയത്. കൂടുതൽ പ്രതികരണങ്ങളൊന്നും അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയില്ല. എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമെന്നാണ് അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. തൻ്റെ അഭിപ്രായവും ഒപ്പം എതിരും വിഭാഗത്തിൻ്റെ അഭിപ്രായമൊക്കെ കോടതി കേട്ട് തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്നു. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എവിടേക്കാണ് പോയത്? ലാൽ, കുഴൽമന്ദം ഭാഗത്തുനിന്ന് തിരിഞ്ഞ് മാത്തൂർ ഭാഗത്തേക്കാണ് പ്രധാനമായിട്ടും പോകുന്നതായിട്ട് ആദ്യഘട്ടത്തിൽ കണ്ടത്. ആലത്തൂർ ഭാഗത്തും വരെയാണ് മാധ്യമപ്രവർത്തകർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്തൂർ ഭാഗം എന്ന് പറയുന്നത് കണ്ണാടി ഭാഗത്തിനപ്പുറം മാത്തൂർ ഭാഗം എന്ന് പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന, ഈ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അവരുടെ ഒപ്പം നിന്ന യുവജന സംഘടനകളുടെയും പ്രവർത്തകരുടെയും ശക്തമായ ഒരു ഏരിയ കൂടിയാണ്. ആ ഭാഗത്തെത്തി പ്രവർത്തകരെ കാണും എന്നൊരു സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പാർട്ടി പൂർണ്ണമായും രാഹുലിനെ തള്ളുന്നുണ്ടെങ്കിൽ പോലും, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ രാഹുലിനെ പൂർണ്ണമായും കൈയൊഴിയുന്നുണ്ടെങ്കിൽ പോലും പാലക്കാട്ടിലെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലെ വികാരം അല്ലെങ്കിൽ പ്രവർത്തനം ആ രീതിയിലല്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തന മേഖലകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതായത് രാഹുൽ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് തിരിച്ചെത്തുമ്പോഴും രാഹുലിനെ സംരക്ഷിച്ച് നിർത്തിയത് ഈ നാട്ടിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ നേതാക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് രാഹുൽ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോയത്. പോലീസ് സംരക്ഷണത്തെക്കാൾ ഉപരി അവരെ മാധ്യമപ്രവർത്തകരിൽ നിന്നും പ്രതിഷേധക്കാരിൽ നിന്നും എല്ലാം സംരക്ഷിച്ച് നിർത്താൻ ഏറ്റവും മുന്നിൽ നിന്നതും KSUവിൻ്റെ ജില്ലാ ഭാരവാഹികൾ തന്നെയായിരുന്നു. അതിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളുടെ പങ്കാളിത്തം എടുത്തു പറയണം. കാരണം വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം CPIMൻ്റെ ബൂത്ത് തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് വഴി നീളെ അവർ നടത്തുകയും ചെയ്തു. ആ പ്രതിരോധങ്ങളെല്ലാം തീർത്തത് ഇവർ തന്നെയായിരുന്നു. തിരികെ MLA ഓഫീസിലെത്തിയ സമയത്ത് അവർ നൽകിയ മറുപടി, പാർട്ടി പുറത്താക്കിയില്ലേ പിന്നെ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ MLA ആണ്, ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധിക്കൊപ്പം നിൽക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്ന ചോദ്യമാണ് അവർ പ്രധാനമായിട്ടും ചോദിച്ചത്. ആ സപ്പോർട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് മാത്തൂർ മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അവിടെയുള്ള പ്രാദേശികമായ നേതാക്കളെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് തങ്ങളെ കാണാൻ വരും എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഇവിടെ വരും എന്ന കാര്യം ഉറപ്പായിരുന്നു എന്ന കാര്യം മാത്രമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മാത്തൂർ മേഖലയിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യാത്ര എന്ന കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അത് വീട്ടിൽ പോയി അമ്മയെ കാണാനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോയി ഉദ്യോഗസ്ഥരെ കാണും എന്ന പരാതി, ഈ സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ തുടർ നടപടികൾ എടുക്കേണ്ടത് അവിടെ നിന്നാണ്. എന്താണെങ്കിലും പാലക്കാട് ജില്ലയിൽ രാഹുലിനെതിരായിട്ടുള്ള പോലീസ് നീക്കങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ പ്രതിഷേധം പല ഇടങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പോലീസും പാലിക്കുന്നുണ്ട്. മാത്തൂർ മേഖലയിൽ നിന്ന് രാത്രിയോടുകൂടി അടൂരിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകും എന്ന സൂചനയാണ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. എന്താണെങ്കിലും അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയപ്പെടുമ്പോഴും ഈ തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഏറ്റവും നിർണായകമായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യമായിരുന്നു. തുടർച്ചയായ 15 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം തന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ വീണ്ടും പാലക്കാട് എത്തിയിരുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.